നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇ ശ്രീധരൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതിയാണ് കൂടുതൽ പ്രായോഗികമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ബിജെപിക്കാരനാണെങ്കിലും റെയിൽവേ സാങ്കേതികവിദ്യയുടെ അറിവിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രാവീണ്യം കുറച്ചു കാണേണ്ടതില്ലെന്നും മുരളീധരൻ. നരേന്ദ്രമോദിക്കും പിണറായി വിജയനും ഒരേ ശബ്ദമാണെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എംപി. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ.എസ്. ജയഘോഷ് നയിക്കുന്ന പദയാത്ര കൂറ്റനാട് സെന്ററിൽ ഷാഫി ഉദ്ഘാടനം ചെയ്തു. പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കാവിലക്കാട് ദേവീക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് മാറ്റുകൂട്ടി ഗംഭീര വെടിക്കെട്ട്. നിയന്ത്രണങ്ങളുടെ പേരിൽ വർഷങ്ങളായി കുന്നംകുളം മേഖലയിലെ ഉത്സവങ്ങളിൽ നിന്ന് അകന്നുനിന്ന വെടിക്കെട്ട് തിരിച്ചെത്തിയപ്പോൾ പൂരപ്രേമികൾക്ക് ആവേശക്കാഴ്ചയായി. പന്തല്ലൂർ പൂരത്തിനും വെടിക്കെട്ടിന് അനുമതി. HMC കമ്മിറ്റിയുടെ വെടിക്കെട്ട് ഞായറാഴ്ച വൈകിട്ട് 7:30. ഇ ശ്രീധരൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതിയാണ് കൂടുതൽ പ്രായോഗികമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു. ഗുരുവായൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന് സാമ്പത്തിക ബാധ്യത കുറവ് ഈ പദ്ധതിക്കാണ്. ഇ ശ്രീധരനാണ് കോൺഗ്രസ് ഭരണകാലത്ത് കൊങ്കൺ റെയിൽവേ പൂർത്തീകരിച്ചത്. ബിജെപിക്കാരനാണെങ്കിലും റെയിൽവേ സാങ്കേതികവിദ്യയുടെ അറിവിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രാവീണ്യം കുറച്ചു കാണേണ്ടതില്ല. കോൺഗ്രസ് ഇത്തവണ CJPയുമായിട്ടാണ് മത്സരിക്കുന്നത്. CPM BJP സഖ്യമാണ് CJP എന്നും മുരളീധരൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരേ ശബ്ദമാണെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എംപി. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ.എസ്. ജയഘോഷ് നയിക്കുന്ന ജില്ലാതല പദയാത്ര കൂറ്റനാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാട്ടിൽ വർഗീയതയും വിഭാഗീയതയും ആളിക്കത്തിച്ച് അതിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുവാനാണ് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ശ്രമിക്കുന്നത്. പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ നടത്തിയ അതേ പ്രസംഗം തന്നെയാണ് മറ്റൊരു തരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രി സജി ചെറിയാനും മറ്റ് CPM നേതാക്കളും നടത്തുന്നത്. രക്തസാക്ഷികളുടെ പേരിൽ വരെ തട്ടിപ്പ് നടത്തുന്ന CPM വെറും തട്ടിപ്പ് സംഘമായി മാറിയെന്നും ഷാഫി പറമ്പിൽ MP കുറ്റപ്പെടുത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് TM നഹാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിമാരായ ശ്രാവൺ റാവു, ഷംസീർ അൻസാരി ഖാൻ, DCC പ്രസിഡന്റ് A തങ്കപ്പൻ, KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, മുൻ DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ, ജോസ് വള്ളൂർ, PV മുഹമ്മദ് അലി, PM അസീസ്, ബാബു നാസർ, P മാധവദാസ്, OK ഫാറൂഖ്, ഷെഫീഖ് അത്തിക്കോട്, പ്രതീഷ് മാധവൻ, MP സുബ്രഹ്മണ്യൻ, വിനോദ് ചെറാട്, ജിതേഷ് നാരായണൻ, അരുൺകുമാർ പാലക്കുറിശി, EK ജസീൽ, ലിജിത്ത് ചന്ദ്രൻ, PT അജ്മൽ, ഇജാസ്, സനോജ് കണ്ടലിൽ എന്നിവർ പങ്കെടുത്തു. 12 നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന പദയാത്ര ഫെബ്രുവരി 12 സമാപിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പാലക്കാട് ജില്ലയോടുള്ള അവഗണന തുറന്നുകാട്ടിയാകും പദയാത്ര പര്യടനം നടത്തുക. ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും ഓരോ നിയോജക മണ്ഡലങ്ങളിലും അതാത് നിയോജക മണ്ഡലങ്ങളിലെ പ്രതിനിധികളും പദയാത്രയിൽ അണിചേരും. വരൾച്ച രൂക്ഷമാകുന്നു. വെള്ളമില്ലാതെ നെൽപ്പാടങ്ങൾ കരിഞ്ഞുണങ്ങുന്നു. പെരുമ്പിലാവ് പൂയംകുളം പാടശേഖരത്തിൽ കൃഷിയിറക്കിയ കിഴക്കേക്കര ഞാലിൽ സുജാതയുടെ 1 ഏക്കർ കതിരിട്ട നെൽകൃഷിയാണ് പൂർണ്ണമായും നശിച്ചത്. ഏകദേശം 50,000 രൂപ വില ലഭിക്കേണ്ട നെല്ലാണ് വെള്ളം ലഭിക്കാത്തതിനാൽ കരിഞ്ഞത്. പാടശേഖരത്തോട് ചേർന്നുള്ള ക്ഷേത്രക്കുളത്തിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചാണ് സാധാരണ ജലസേചനം നടത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ ഇത് ലഭിക്കാതിരുന്നതാണ് കൃഷി നശിക്കാനിടയാക്കിയതെന്ന് സുജാതയുടെ ഭർത്താവ് പരമേശ്വരൻ പറഞ്ഞു. കടവല്ലൂർ മേഖലയിലെ പാടശേഖരങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാണ്. കൊയ്ത്ത് പൂർത്തിയായ കർഷകർക്ക് മാത്രമാണ് ആശ്വാസം. കൊള്ളഞ്ചേരി, ഒറ്റപ്പിലാവ് എന്നിവിടങ്ങളിൽ ഇനിയും കൊയ്യാനുണ്ട്. മേഖലയിൽ ജലസേചനത്തിന് ആശ്രയിച്ചിരുന്ന തോടും വറ്റിത്തുടങ്ങിയത് കർഷകരെ ആശങ്കയിലാക്കുന്നുണ്ട്. മിത്രഭാവേനയുള്ള ശത്രുക്കളാണ് തൃശൂർ ജില്ലയിൽ കോൺഗ്രസ് പാർട്ടിയുടെ തിരിച്ചടിക്ക് കാരണമെന്ന് മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരൻ പറഞ്ഞു. മുൻ MLAയും KPCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന V ബലറാമിന്റെ സ്മരണയ്ക്കായി ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മികച്ച പൊതുപ്രവർത്തകനുള്ള പുരസ്കാരം മാത്യു കുഴൽനാടൻ MLAയ്ക്ക് ഗുരുവായൂരിൽ സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ. ശത്രുക്കളെക്കാൾ കൂടുതൽ ഭയപ്പെടേണ്ടത് മിത്രഭാവനയുള്ള ശത്രുക്കളെയാണ്. ഇവർ പാർട്ടിയിൽ നിന്ന് എവിടെയും പോകില്ല. ഇലക്ഷൻ കാലത്തിട്ട് പണിയാനും വരും. പാർട്ടി കരുത്തനുസരിച്ച് ജയിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇതാണ്. അങ്ങനെയുള്ളവർ ചെയ്യേണ്ട കാര്യം പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുക എന്നതാണ്. അവർക്കിഷ്ടമുള്ള പാർട്ടിയിൽ ചേരാം. ഇവിടെ ആരെയും പിടിച്ചു കെട്ടിയിടുന്നില്ല. പലരും പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. തങ്ങളൊക്കെ ഒരു കാലത്ത് പോയത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. പക്ഷേ അകത്തുനിന്ന് പണിയുമ്പോഴും ഒപ്പം നിന്ന് കുഴി തോണ്ടുമ്പോഴാണ് കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുന്നത്.
തൃശൂരും തിരുവനന്തപുരവും UDFന് കൂടുതൽ MLA-മാർ വന്നാൽ മാത്രമേ കോൺഗ്രസിന് ഭരണം നേടാനാകൂ. ഇത്തവണ സ്ഥാനാർത്ഥികളുടെ തള്ള് കൂടുതലാണ്. കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ളവരാണ് കയ്പമംഗലത്തേക്ക് ഓടിയെത്തുന്നത്. UDFൽ എല്ലാം കോൺഗ്രസിന് വേണമെന്ന് പറയരുത്. തൃശൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല, അയൽ ജില്ലകളിൽ നിന്നും കാമുകന്മാരുടെ ഒരു നീണ്ട ലിസ്റ്റാണ്. അപ്പോൾ പിന്നെ മറ്റ് സ്ഥലങ്ങളുടെ കാര്യം പറയുന്നത് പലപ്പോഴും തൃശ്ശൂർ ജില്ലയിലൊക്കെ നമുക്ക് പറ്റുന്ന ഒരു തിരിച്ചടി എന്ന് പറയുന്നത് ഈ മിത്രഭാവേനയുള്ള ശത്രുക്കളുടെ പ്രവർത്തനമാണ്. പലപ്പോഴും നമ്മുടെ കരുത്തനുസരിച്ച് ജയിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം. അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം, പാർട്ടിയിൽ നിന്ന് പുറത്തു വരും, ഒരു കുഴപ്പമില്ല, അവർക്ക് ഇഷ്ടമുള്ള പാർട്ടിയിൽ ചേരാം. നമ്മളിവിടെ ആരെയും കെട്ടിവിട്ടിട്ടൊന്നുമില്ല. പലരും പാർട്ടിയിൽ നിന്ന് ഒക്കെ പുറത്ത് പോയിട്ടുണ്ട്, ഞങ്ങളൊക്കെ ഒരു കാലത്ത് പോയിട്ടുണ്ട്, ഒക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗം. പക്ഷേ അകത്ത് നിന്ന് പണിയുമ്പോഴാണ്, ഈ ഒപ്പം നിന്ന് കുഴി തോണ്ടുമ്പോഴാണ് നമ്മുടെ കാൽക്കുലേഷനുകൾ തെറ്റിപ്പോകുന്നത്. അങ്ങനെയുള്ളവരെ ദയവായി മാറ്റി നിർത്തിയാൽ. ഞാനിപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ പല വിമതന്മാരും ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വന്നു. അസംബ്ലി ഇലക്ഷനൊക്കെ വരുമ്പോൾ ഞാൻ പഞ്ചായത്തിൽ ഇങ്ങനെ സേവനം ഉണ്ടായിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ അസംബ്ലിയിൽ ആവശ്യമില്ല. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഞാൻ തീർച്ചയായിട്ടും ഓപ്ഷൻ സ്വീകരിക്കണം. ഇതിൻ്റെ അത് കയറാൻ നോക്കണ്ട, നിങ്ങൾക്ക് ഏത് പാർട്ടിയിലാണ് ഓപ്ഷൻ നിങ്ങൾ സ്വീകരിച്ചു. ഒരു പഞ്ചായത്തിൽ സാധാരണ പ്രവർത്തന ഇലക്ഷന് സഹായിക്കാത്ത ആൾക്കാർ പിന്നെ അസംബ്ലി വരുമ്പോൾ അവരെ കൂട്ടിയാൽ അവർ ആ സ്വഭാവം തന്നെ കാണിക്കും. മുന്നണിയാകുമ്പോൾ ഘടകകക്ഷികൾക്കും പ്രാധാന്യമുണ്ട്. കോൺഗ്രസിൽ നിന്നുള്ളവരെ റാഞ്ചാൻ CPM സമ്പന്നന്മാരെ ഉപയോഗിക്കുന്നുണ്ട്. ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട ഒരാൾ കളിച്ച കളി നടന്നില്ല. തന്നെ അതിന് കിട്ടില്ലെന്നാണ് ശശി തരൂർ പറഞ്ഞത്. മുതലാളിത്ത ആശയങ്ങൾ പറയുന്ന പാർട്ടിയായി മാർക്സിസ്റ്റ് പാർട്ടി മാറി. വർഗീയത പറയുന്നു. മൂന്നാമതും അധികാരം കിട്ടാൻ എന്ത് വൃത്തികേട് ചെയ്യാനും മടിയില്ലാതായിരിക്കുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു. ട്രസ്റ്റ് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ അധ്യക്ഷത വഹിച്ചു. UDF ചെയർമാൻ TV ചന്ദ്രമോഹൻ, KPCC ജനറൽ സെക്രട്ടറിമാരായ O അബ്ദുറഹ്മാൻ കുട്ടി, ജോസ് വള്ളൂർ, ട്രസ്റ്റ് സെക്രട്ടറി VK ജയരാജൻ, PV ബദ്രുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ചൊവ്വന്നൂരിൽ നിർത്തിയിട്ടിരുന്ന സ്കൂൾ വാൻ മുന്നോട്ട് നീങ്ങി തലനാരിഴയ്ക്ക് വൻ അപകടം ഒഴിവായി. ചൊവ്വന്നൂർ AKC സൂപ്പർ മാർക്കറ്റിന് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. സെന്റ് മേരീസ് ഹൈസ്കൂളിലെയും മാർത്തോമ സ്കൂളിലെയും വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും കയറ്റി ട്രിപ്പ് നടത്തുകയായിരുന്ന ട്രാവലർ വാനാണ് അപകടത്തിൽപ്പെട്ടത്. കുട്ടികളെ കയറ്റാനായി വഴിയരികിൽ വാഹനം നിർത്തി ഡ്രൈവർ പുറത്തിറങ്ങിയിരിക്കുകയായിരുന്നു. ഇതിനിടെ വാഹനത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥി ഗിയറിൽ തട്ടിയതോടെ വാഹനം മുന്നോട്ട് നീങ്ങി. പരിഭ്രാന്തനായ കുട്ടി വാഹനത്തിൽ നിന്നും ഇറങ്ങി വാനിനു മുന്നിലേക്ക് ഓടി. സംഭവം കണ്ട് സൂപ്പർമാർക്കറ്റ് ഉടമ ചൊവ്വന്നൂർ കുണ്ടുകുളം വീട്ടിൽ അബിയും ഓടിയെത്തി. വാൻ സമീപത്തെ മതിലിൽ തട്ടി നിന്നതിനാൽ വൻ അപകടം ഒഴിവായി. സംഭവസമയം വാഹനത്തിൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. വാനിന്റെ ഹാൻഡ് ബ്രേക്ക് ഇടാഞ്ഞതാണ് അപകടത്തിന് കാരണമായതെന്ന് കരുതുന്നു. തലനാരിഴയ്ക്കാണ് താനും വിദ്യാർത്ഥിയും വാനിനും മതിലിനും ഇടയിൽപ്പെടാതെ രക്ഷപ്പെട്ടതെന്ന് അബി പറഞ്ഞു. പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കാവിലക്കാട് ദേവീക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് മാറ്റുകൂട്ടി ഗംഭീര വെടിക്കെട്ട്. നിയന്ത്രണങ്ങളുടെ പേരിൽ വർഷങ്ങളായി കുന്നംകുളം മേഖലയിലെ ഉത്സവങ്ങളിൽ നിന്ന് അകന്നു നിന്ന വെടിക്കെട്ട് തിരിച്ചെത്തിയപ്പോൾ പൂരപ്രേമികൾക്ക് ആവേശക്കാഴ്ചയായി. കാവിലക്കാട് കരിമ്പനത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വർണ്ണവിസ്മയം ഒരുക്കിയത്. പൂരച്ചടങ്ങുകൾ പൂർത്തിയായ ശേഷം രാത്രി 9:30-യോടെയാണ് വിശാലമായ കാവിലക്കാട് പാടശേഖരത്തിൽ വെടിക്കെട്ട് ആരംഭിച്ചത്. കുന്നംകുളം മേഖലയിൽ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പൂരമഹോത്സവത്തിന് ഇത്രയും വിപുലമായ വെടിക്കെട്ട് നടക്കുന്നത്. ഇതുകൊണ്ടുതന്നെ തൃശൂർ ജില്ലയ്ക്ക് പുറത്തുനിന്നും അന്യ ജില്ലകളിൽ നിന്നുമായി ആയിരക്കണക്കിന് ആളുകളാണ് വെടിക്കെട്ട് കാണാൻ കാവിലക്കാട് പാടശേഖരത്തേക്ക് ഒഴുകിയെത്തിയത്. ഏകദേശം 10 മിനിറ്റോളം നീണ്ടുനിന്ന വെടിക്കെട്ട് കാണികളുടെ മനം കവർന്നു. എന്നാൽ കാവിലക്കാട് വിജയകരമായി വെടിക്കെട്ട് നടന്നതോടെ വരാനിരിക്കുന്ന മറ്റു ഉത്സവങ്ങൾക്കും വെടിക്കെട്ട് നടത്താൻ അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകരും പൂരപ്രേമികളും.
നാളെ നടക്കുന്ന പ്രസിദ്ധമായ പന്തല്ലൂർ പൂരത്തിൽ വെടിക്കെട്ടിനുള്ള അനുമതി ലഭിച്ചു. 8 വർഷത്തിന് ശേഷമാണ് പന്തല്ലൂരിൽ കരിമരുന്ന് പ്രയോഗം നടക്കുന്നത്. മുൻകാലങ്ങളിൽ പന്തല്ലൂരിൽ വെടിക്കെട്ട് വിസ്മയങ്ങൾ കാഴ്ചവെച്ച HMC കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വെടിക്കെട്ട് ഒരുങ്ങുന്നത്. ശനിയാഴ്ച രാവിലെയാണ് അവസാന അനുമതിയും ലഭിച്ചത്. ദേശമംഗലം സുരേന്ദ്രനാണ് വെടിക്കെട്ടിന്റെ ചുമതലക്കാരൻ. മുമ്പ് HMCയും ശിവ ഭഗവതി കമ്മിറ്റിയും ഇവിടെ ഗംഭീര വെടിക്കെട്ടുകൾ നടത്താറുണ്ട്. ഇക്കുറി HMC മാത്രമാണ് അപേക്ഷ സമർപ്പിച്ചത്. പന്തല്ലൂരിൽ വെടിക്കെട്ടുണ്ടാകുമെന്ന വിവരം പൂരപ്രേമികളിൽ വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. ഞായറാഴ്ച പകൽപൂരത്തിന് ശേഷം വൈകിട്ട് 7:30 വെടിക്കെട്ട് നടക്കുക. ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ചിറമനേങ്ങാട് സെന്ററിൽ വർഗീയ വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യത്തേന എന്ന ശീർഷകത്തിൽ ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ നടത്തിയ ക്യാമ്പയിനിൽ ഡോക്ടർ VC ബിനോജ്, ദിനേഷ് ജി എന്നിവർ വിഷയാവതരണം നടത്തി. ഇടം പ്രസിഡന്റ് EK മിനി അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് KR രാധിക, പ്രോഗ്രാം കൺവീനർ അനീഷ് വിജയൻ, ഷിഹാബ് അലി ചിറമനേങ്ങാട് എന്നിവർ സംസാരിച്ചു. വരികൾ അല്ലേ, കാൽപ്പാടുകൾ എന്ന സിനിമയിലാണെന്ന് തോന്നുന്നു. എനിക്ക് യേശുദാസ് ആദ്യമായി കടന്നു വന്ന ഈ ഗാനം മലയാളിക്കായി സമ്മാനിച്ചു. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അരവിപ്പുറം ക്ഷേത്രത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള മനോഹരമായ വരികൾ. ആ വരികളിലെ ഏറ്റവും പ്രസക്തമായ ഒരു വാക്ക് സോദരത്വേന എടുത്തുകൊണ്ട് ആണ് ഇത്തരം ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ച് ഒരു മാസത്തെ എന്ത് ചെയ്യുന്നത് ചലനാത്മകമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഭീമ ഏകാദശി ആഘോഷം ദ്വാദശി വേല വരവോടെ സമാപിച്ചു. ക്ഷേത്രത്തിൽ പുലർച്ചെ നട തുറന്ന ശേഷം ദ്വാദശി പണസമർപ്പണം ഉണ്ടായി. 10:30 മുതൽ ദ്വാദശി ഊട്ട് എന്നിവയ്ക്ക് നിരവധി ഭക്തജനങ്ങളെത്തി. വൈകിട്ട് 4 മണി മുതൽ പറച്ചിരിക്കാവ്, ചീരം കുറ്റിഞ്ഞാലിൽ, തെക്കൂട്ട് വളപ്പ് എന്നീ 3 പൂർവിക സ്ഥാനങ്ങളിൽ നിന്നും ആരംഭിച്ച ദ്വാദശി ആചാരവേല ക്ഷേത്ര സന്നിധിയിലെത്തി വേലക്കണ്ടത്തിൽ സമാപിച്ചു. തുടർന്ന് ദ്വാദശി വേലയുടെ ഭാഗമായി 12ഓളം പ്രാദേശിക കമ്മിറ്റികളുടെ ശിങ്കാരിമേളം, ബാൻഡ് മേളം, തകിൽ, നാദസ്വരം എന്നിവയുടെ അകമ്പടിയോടെ ശിങ്കാരിക്കാവടി, തെയ്യം, കുമ്മാട്ടിക്കളി, തിറ, നാടൻ കലാരൂപങ്ങൾ എന്നിവയും ക്ഷേത്രത്തിൽ എത്തി. 10 ദിവസങ്ങളിലായി നടന്ന ഭീമ ഏകാദശി ആഘോഷങ്ങൾക്ക് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. എയ്യാലിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഘത്തിലെ ഒരാളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. അക്കിക്കാവ് കരിക്കാട് സ്വദേശിയും കടങ്ങോട് പ്രദേശത്തെ താമസക്കാരനുമായ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയാണ് അറസ്റ്റിലായത്. ഇന്നലെ പുലർച്ചെ 2 മണിയോടെയാണ് ആക്രമണമുണ്ടായത്. എയ്യാൽ ക്ഷേത്രത്തിന് സമീപം രാത്രിയിൽ പ്രവർത്തിക്കുന്ന ചായക്കടയിൽ വെച്ചാണ് സംഘട്ടനം ഉണ്ടായത്. പഴുതാന സ്വദേശികളായ 15 വയസ്സ് പ്രായമുള്ള 2 പേർ ചായ കുടിക്കുന്നതിനിടയിൽ ബൈക്കുകളിലെത്തിയ 6 അംഗ സംഘം ആക്രമിക്കുകയായിരുന്നു. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. പ്രതികളും 15 വയസ്സ് മാത്രം പ്രായമുള്ളവരാണ്. കയ്യിലുള്ള കത്തിയും മാരകായുധങ്ങളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഒരാൾക്ക് സാരമായി മുറിവുണ്ട്. സംഭവം നടന്ന സ്ഥലത്ത് എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഫോറൻസിക് വിഭാഗം തെളിവെടുപ്പ് നടത്തി. പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളം, ചാവക്കാട് BRCയുടെയും നേതൃത്വത്തിൽ കിഡ്സ് അത്ലറ്റിക്സ് കളിയങ്കണം BRC തല പരിശീലനം നടന്നു. പൊതുവിദ്യാലയങ്ങളിലെ പ്രൈമറി ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ കായികക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനും കായിക മികവ് കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് കളിയങ്കണം. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രതി ജനാർദ്ദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചാവക്കാട് AO VB സിന്ധുവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ചാവക്കാട് BRCയിലെ BPC MT സംഗീത, തൃശൂർ ഡയറ്റ് ഫാക്കൽറ്റി നിഷാജി നായർ, NS ശ്രീജിഷ എന്നിവർ സംസാരിച്ചു. ചുണ്ടൽ സാൻതോം ചർച്ച് ഉണ്ണീശോ തീർത്ഥകേന്ദ്രത്തിൽ സംയുക്ത തിരുനാളിന് തുടക്കമായി. ഉണ്ണീശോയുടെയും പരിശുദ്ധ കന്യകാ മാതാവിന്റെയും വിശുദ്ധ യൗസേ പിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യനോസിന്റെയും വിശുദ്ധ തോമാസ് ലീഹായുടെയും സംയുക്ത തിരുനാൾ ശനി, ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത്.
കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6-ന് ആരാധന, ജപമാല എന്നിവയും 6:30-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയും ഉണ്ടായിരുന്നു. ശനിയാഴ്ച രാവിലെ 5:45-ന് ആരാധനയും ജപമാലയും, തുടർന്ന് 6:15-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയും നടന്നു. തുടർന്ന് കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പുകളുടെ വെഞ്ചിരിപ്പും വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പും ഉണ്ടായി. മെൽബൺ രൂപത ബിഷപ്പ് എമിരറ്റ്സ് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവകാംഗം ഫാദർ ജെറിൻ ചുണ്ടൽ സഹകാർമ്മികനായി. രാത്രി 11 മണിക്ക് യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 6:15-ന് ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും ഉണ്ടാകും. പാവർട്ടി സെന്റ് ജോസഫ് ട്രെയിനിംഗ് കോളേജ് മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് മുഖ്യ കാർമ്മികനാകും. മറ്റം ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ തിരുനാൾ സന്ദേശം നൽകും. ഫാദർ ജോഷി ചൂണ്ടൽ സഹകാർമ്മികനാകും. ഉച്ചതിരിഞ്ഞ് 4:30-ന് ഇടവകാംഗങ്ങളായ വൈദികർ കാർമ്മികത്വം വഹിക്കുന്ന ദിവ്യബലിയും തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണവും നടക്കും. വൈകിട്ട് വിസ്മയ കാഴ്ചയൊരുക്കുന്ന വർണ്ണമഴ അരങ്ങേറും. ഇടവക വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, കൈക്കാരന്മാരായ CJ ഫ്രാൻസിസ്, MO ഫിലിപ്പ്, തോംസൺ ജേക്കബ് തുടങ്ങിയവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും. പുതുതായി നിർമ്മിച്ച പഴഞ്ഞി ചെറുതുരുത്തി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കുരിശുപള്ളി കൂദാശ ഞായറാഴ്ച വൈകിട്ട് നടക്കും. സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന് കീഴിലുള്ള കുരിശുപള്ളിയുടെ കൂദാശയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് കുരിശുപള്ളി കൂദാശ നിർവഹിക്കും. നിരവധി വൈദികർ സഹകാർമ്മികത്വം വഹിക്കും. തുടർന്ന് സന്ധ്യാനമസ്കാരവും പൊതുസദ്യയും ഉണ്ടാകും. മാറഞ്ചേരി മൈത്രി വായനശാല പ്രവർത്തകർ നിർമ്മിച്ച മീസാൻ എന്ന ഹ്രസ്വചിത്രത്തിന് പുരസ്കാരം. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സത്യജിത് റേ ഫിലിം സൊസൈറ്റി സംഘടിപ്പിച്ച ഹ്രസ്വചിത്ര മത്സരത്തിലാണ് പുരസ്കാരം ലഭിച്ചത്. ചിത്രത്തിന്റെ സംവിധാന മികവ് പരിഗണിച്ച് രമേശ് അമ്പാരത്തിനെ മികച്ച സംവിധായകനായി തെരഞ്ഞെടുത്തു. 3 പതിറ്റാണ്ടിലേറെയായി മാധ്യമമേഖലയിൽ പ്രവർത്തിക്കുന്ന രമേശ് അമ്പാരത്ത് നിലവിൽ വന്നേരിനാട് പ്രസ് ഫോറം പ്രസിഡന്റാണ്. മീസാനിലെ അഭിനയത്തിന് സലാം മലയം കുളത്തേലിന് പ്രത്യേക ജൂറി പരാമർശവും ലഭിച്ചു. ചിത്രത്തിന്റെ രചന നിർവഹിച്ചത് സംവിധായകനും എഴുത്തുകാരനുമായ റഫീഖ് പട്ടേരിയാണ്. പുരസ്കാര വിതരണം ഫെബ്രുവരി 1-ന് തിരുവനന്തപുരം AKG ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ നിർവഹിക്കും. രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡലിന് അർഹനായ ഗുരുവായൂർ ACP C പ്രേമാനന്ദകൃഷ്ണനെ ഗുരുവായൂരിലെ മുതിർന്ന പൌരന്മാരുടെ കൂട്ടായ്മയായ സ്നേഹസ്പർശം ആദരിച്ചു. പകൽ വീട്ടിൽ നടന്ന സമാദരണ സദസ്സ് റിട്ടയേർഡ് SP RK ജയരാജ് ഉദ്ഘാടനം ചെയ്തു. സ്നേഹസ്പർശം പ്രസിഡന്റ് RV അലി അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ ചന്ദ്ര രാമകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. ജനറൽ സെക്രട്ടറി PP വർഗീസ്, അനിൽ കല്ലാറ്റ്, MK നാരായണൻ നമ്പൂതിരി, PI സൈമൺ, KV രാധാകൃഷ്ണ വാര്യർ, MP കബീർ, ഇന്ദിര സോമസുന്ദരൻ, ജോർജ് പോൾ നീലങ്കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു. വെളുത്തുരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ 29ാമത് വാർഷികാഘോഷം വർണ്ണാഭമായി. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. ബദനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC അധ്യക്ഷനായി. ആകാശവാണി തൃശൂർ നിലയത്തിലെ മൃദംഗം കലാകാരൻ ഡോക്ടർ K ജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം MV പ്രശാന്ത് ഹരിതം മാഗസിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് AM നിധീഷ് വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ബിബിൻ കണ്ണൻ UN സർട്ടിഫിക്കറ്റുകൾ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വിതരണം ചെയ്തു. ഡിജിറ്റൽ ഫെസ്റ്റിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ KM ഷഹീദ് സമ്മാനദാനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഷേബ ജോർജ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കൂബ് OIC, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, PTA പ്രസിഡന്റ് K കേശവദാസ്, അസിസ്റ്റന്റ് പീപ്പിൾ ലീഡർ ഹനാഷ് നൌഫൽ, സ്കൂൾ പീപ്പിൾ ലീഡർ നേഹ ഷെഫീഖ് എന്നിവർ സംസാരിച്ചു. വിദ്യാലയത്തിൽ ദീർഘകാലം അധ്യാപകരായി സേവനമനുഷ്ഠിച്ച PR വിജയലക്ഷ്മി, ശോഭ പത്മനാഭൻ എന്നിവർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഗുരുവായൂരിൽ ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ നടത്തിപ്പിനായി 101 സ്വാഗത സംഘം രൂപീകരിച്ചു. രുക്മണി റീജൻസിയിൽ ചേർന്ന സ്വാഗത സംഘം യോഗം PG കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതവാസികളായ എല്ലാവരും ഹിന്ദുക്കളാണെന്നും അവരെ ഒരുമിപ്പിക്കലാണ് ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജഗന്നിവാസൻ അധ്യക്ഷത വഹിച്ചു. MR മുകുന്ദരാജ ചെയർമാൻ, ജയരാമൻ വൈസ് ചെയർമാൻ, ഡോക്ടർ P പത്മനാഭൻ ജനറൽ കൺവീനർ, അനൂപ് ശർമ്മ ജോയിന്റ് കൺവീനർ, ബിന്ദു രാജശേഖരൻ മാതൃസമിതി കൺവീനർ, VS നിനവ് ട്രഷറർ എന്നിങ്ങനെ 101 സമിതിയാണ് രൂപീകരിച്ചത്. ഡോക്ടർ P പത്മനാഭൻ ഗുരുവായൂർ സ്വാഗതവും അനൂപ് ശർമ്മ നന്ദിയും പറഞ്ഞു.
മമ്മിയൂർ സൌഹൃദ ക്ലബിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡലിന് അർഹനായ ഗുരുവായൂർ ACP സി പ്രേമാനന്ദകൃഷ്ണനെ അനുമോദിച്ചു. ക്ലബ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ വാർഡ് കൌൺസിലർ KC സുനിൽ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് രക്ഷാധികാരി അഡ്വക്കേറ്റ് VS ശിവശങ്കരൻ, സെക്രട്ടറി ലാസർ ചൊവ്വല്ലൂർ, ട്രഷറർ ജെയ്സൺ പനക്കൽ, വൈസ് പ്രസിഡന്റ് ബൈജു മമ്മിയൂർ എന്നിവർ സംസാരിച്ചു. സമൂഹ നന്മയ്ക്ക് ആവശ്യമായതും ഉന്നമനത്തിനും വേണ്ട നിർദ്ദേശങ്ങൾ ACP ക്ലബ്ബ് അംഗങ്ങളോട് സംസാരിച്ചു. വെള്ളാറ്റഞ്ഞൂർ ശ്രീ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷം ഭക്തി നിർഭരമായി. രാവിലെ വിശേഷാൽ പൂജകൾ, നവകം, പഞ്ചഗവ്യം, ദീപാരാധന എന്നിവയുണ്ടായി. ക്ഷേത്രം ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മഠയൂർ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം മേൽശാന്തി നടുവൽ മഠം ശ്രീനിവാസ് അയ്യർ സഹകാർമ്മികത്വം വഹിച്ചു. ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, TP അജിത് കുമാർ, KS ബാബു, പ്രമോദ് മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂൾ 101-ാം വാർഷികം പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NMK നബീൽ അധ്യക്ഷത വഹിച്ചു. ഷാർജി ഇഗ്നേഷ്യസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ ശതാബ്ദി സ്മരണിക മിഴി കവിയും മാധ്യമപ്രവർത്തകനുമായ പൂർവ്വ വിദ്യാർത്ഥി സുബീഷ് തെക്കൂട്ട് പ്രകാശനം ചെയ്തു. നൂറ്റാണ്ടിന്റെ ഓർമ്മപ്പൂക്കൾ ഡോക്യുമെന്ററി പ്രദർശനം സംവിധായകൻ സുജിത് ഹുസൈൻ നിർവഹിച്ചു. സ്മരണിക പത്രാധിപർ IB അബ്ദുറഹ്മാൻ, നൂൺമിൽ ഓഫീസർ ജിൻസ് ലാസറസ്, PTA പ്രസിഡന്റ് ഷബീബ്, മാതൃസമിതി പ്രസിഡന്റ് ഫഹിമ, സ്കൂൾ ലീഡർ അഫിദ, മുൻ പ്രധാന അധ്യാപകൻ TA ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. കലാകായിക വിജ്ഞാന മത്സര വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. സ്റ്റാഫ് പ്രതിനിധി ഫ്രാൻസിസ് ആന്റണി സ്വാഗതവും പ്രധാന അധ്യാപിക ബിജി പോൾ നന്ദിയും പറഞ്ഞു. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, NM റഫീഖ്, ബിജു ജോബ, NK മജീദ്, VK മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൃശൂർ അമല ആശുപത്രിയുമായി സഹകരിച്ച് കോളേജിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ വിജോയ് PS അധ്യക്ഷനായി. ഗുരുവായൂർ CI മഹേഷ്, ഡോക്ടർ വിനു വിപിൻ, NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ സുരേഷ് V നമ്പൂതിരി, ഡോക്ടർ ഗായത്രി എന്നിവർ സംസാരിച്ചു. 100ഓളം പേർ രക്തദാനം നടത്തി. തൂലികാ ജാലകം സാഹിത്യവേദിയുടെ പ്രഥമ പുരസ്കാരം എഴുത്തുകാരൻ റഫീഖ് പട്ടേരിക്ക് സമ്മാനിക്കും. ഏപ്രിൽ 19 ഞായറാഴ്ച കുന്നംകുളം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന തൂലികാ ജാലകത്തിന്റെ 3ാമത്തെ പുസ്തക പ്രകാശന ചടങ്ങിനോടനുബന്ധിച്ചാണ് പുരസ്കാര സമർപ്പണം. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ളതോടൊപ്പം വിദേശ രാജ്യങ്ങളിലെ തൂലികാ ജാലകം പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ പ്രിയൻ പോർക്കുളത്ത്, ജനറൽ സെക്രട്ടറി CP ജാഷിർ പെരുമ്പടപ്പ്, പ്രസിഡന്റ് നാസർ ചേറ്റുവ എന്നിവർ അറിയിച്ചു. തലക്കൂട്ടുകര വിദ്യ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വാർഷിക ആർട്സ് ഫെസ്റ്റിവൽ അദ്വിക 2026 സംഘടിപ്പിച്ചു. പ്രണവം ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7ലെ ഫസ്റ്റ് റണ്ണറപ്പും പോപ്പുലർ മലയാളി ഓഫ് ദ ഇയർ 2025 ജേതാവുമായ TA അനീഷ് മുഖ്യാതിഥിയായി. വിവിധ വേദികളിലായി 31ഓളം മത്സര ഇനങ്ങൾ അരങ്ങേറി. സമകാലിക സാമൂഹിക വിഷയങ്ങളെ ആസ്പദമാക്കി അവതരിപ്പിച്ച മൈം, വിവിധ ഭാഷകളിലെ നാടകങ്ങൾ, സ്കിറ്റുകൾ എന്നിവ കാണികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. പ്രിൻസിപ്പാൾ ഡോക്ടർ C സുനിത, സെനറ്റ് കൺവീനർമാരായ സൽക്കല KS, കിരൺ ബാബു എന്നിവർ നേതൃത്വം നൽകുന്ന കലാമാമാങ്കം ശനിയാഴ്ച വൈകിട്ട് സമാപിക്കും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,720 രൂപ, പവന് 1,17,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 350 രൂപ. ചരമം മന്നലാംകുന്ന് കിണർ CITU ഓഫീസിന് പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന കോന്നാമാക്കൽ കബീർ നിര്യാതനായി. 54 വയസ്സായിരുന്നു. ഖബറടക്കം മന്നലാംകുന്ന് ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. സുഹറയാണ് ഭാര്യ. അജ്മൽ, ഷൈമ എന്നിവർ മക്കളാണ്. കടപ്പുറം കിഴക്കേ ബ്ലാങ്ങാട് വൈലി ക്ഷേത്രത്തിന് വടക്ക് വശം താമസിക്കുന്ന പരേതനായ കറുപ്പം വീട്ടിൽ ഉമ്മർ ഭാര്യ സാറു നിര്യാതയായി. 76 വയസ്സായിരുന്നു. സുഹറ, കബീർ, ഷാജിദ, അമീർ എന്നിവർ മക്കളാണ്. ഖബറടക്കം മണത്തല ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്.
ഇ ശ്രീധരൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതിയാണ് കൂടുതൽ പ്രായോഗികമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ബിജെപിക്കാരനാണെങ്കിലും റെയിൽവേ സാങ്കേതിക വിദ്യയുടെ അറിവിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രാവീണ്യം കുറച്ചു കാണേണ്ടതില്ലെന്നും മുരളീധരൻ. നരേന്ദ്രമോദിക്കും പിണറായി വിജയനും ഒരേ ശബ്ദമാണെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് നയിക്കുന്ന പദയാത്ര കൂറ്റനാട് സെന്ററിൽ ഷാഫി ഉദ്ഘാടനം ചെയ്തു. പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കാവിലക്കാട് ദേവീക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് മാറ്റുകൂട്ടി ഗംഭീര വെടിക്കെട്ട്. നിയന്ത്രണങ്ങളുടെ പേരിൽ വർഷങ്ങളായി കുന്നംകുളം മേഖലയിലെ ഉത്സവങ്ങളിൽ നിന്ന് അകന്നുനിന്ന വെടിക്കെട്ട് തിരിച്ചെത്തിയപ്പോൾ പൂരപ്രേമികൾക്ക് ആവേശക്കാഴ്ചയായി. പന്തല്ലൂർ പൂരത്തിനും വെടിക്കെട്ടിന് അനുമതി. HMC കമ്മിറ്റിയുടെ വെടിക്കെട്ട് ഞായറാഴ്ച വൈകിട്ട് 7:30. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.